ഇടുക്കിയിലേക്ക് പോകാം. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ അസാധാരണമായ മഴയാണ് പെയ്തത്. എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമല്ല, അല്പം കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് അത്രയും മഴ ഇന്ന് പെയ്യുന്നില്ല എന്നൊരു വലിയ ആശ്വാസകരമാണ്. കഴിഞ്ഞ രാത്രിയിലും മഴയ്ക്ക് അല്പം കുറവുണ്ടായിരുന്നു. എങ്കിലും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ജില്ലയിൽ ഇന്നലെ വരെ 112 വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ ലഭ്യമായിട്ടില്ല. ഇന്നലെ വരെ 112 വീടുകൾ നശിച്ചിട്ടുണ്ട്. ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും അധികം വീടുകൾ തകർന്ന 30 വീടുകൾ ഇവിടെ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയുണ്ട്. തൊടുപുഴ താലൂക്കിൽ 18 വീടുകളും തകർന്നു. അപ്പം കഴിഞ്ഞ 6 ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ ജില്ലയിൽ ആകെ 112 വീടുകളാണ് തകർന്നിട്ടുള്ളത്. പേരുപേര ഉടുമ്പൻചോല താലൂക്കുകളിലും വീടുകൾ തകർന്നിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ വിവിധ നിരോധനങ്ങളും തുടരുകയാണ്. ജില്ലയിലെ രാത്രിയാത്ര, മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനം ഇന്ന് രാത്രിയിലും തുടരും. ഒപ്പം വിനോദസഞ്ചാര പ്രവർത്തകർ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാസ്ത്രീയ വിനോദസഞ്ചാരങ്ങൾ, ഒപ്പം വിനോദങ്ങൾ തുടങ്ങിയൊക്കെയായിരുന്നു നിരോധനമെങ്കിൽ ഇപ്പോൾ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനമടക്കം നിരോധിച്ച ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതകളൊക്കെയുണ്ട്. വിവിധ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ മരം ഒടിഞ്ഞു വീഴുന്നുള്ള പ്രതിസന്ധികൾ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുമളിയിൽ തമിഴ്നാട് മേഖലയിൽ ബസ് സ്റ്റാൻഡിൽ ഒരു മരം വീണ ആൾ മരണപ്പെട്ടത് ഉൾപ്പെടെ 3 പേർ ഇപ്പോൾ മരം വീണ് മാത്രം മരിച്ച ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കുകുളത്തും പാമ്പാടുംപാറയിലും തൊഴിലാളികൾ ഈ മരം വീണ് മരിച്ചിരുന്നു. ഒപ്പം വട്ടവടയിൽ കനാലിൽ വീണ ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട് അതിർത്തിയിൽ ഉൾപ്പെട്ട അടക്കം 4 മരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലയിൽ സംഭവിച്ച ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിലെ സാഹചര്യങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവിടെ ഈ അപകടങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതിശക്തമായ മഴയാണ് മലയോര മേഖലയിൽ, ഹൈ റേഞ്ചിലൊക്കെ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് തൊടുപുഴയിലേക്ക് പോകാം. PA സാഗർ ഉണ്ട് വിവരങ്ങളുമായി. സാഗർ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ സാഹചര്യം? തൊടുപുഴ മേഖലയിൽ അടക്കം വ്യാപകമായ മഴയാണ് ഇന്നലെ രാത്രി വരെ പെയ്തത്. എന്നാൽ ഇന്ന് രാവിലോടുകൂടി മഴയ്ക്ക് അല്പം ശമനം ആയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് ജില്ലയുടെ എല്ലാ മേഖലകളിലും തന്നെ പെയ്തത്. പ്രത്യേകിച്ച് ലോ റേഞ്ച് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപകമായ ഒരു നാശനഷ്ടം ജില്ലയിൽ ഒട്ടാകെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു, വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു, പലയിടത്തും നേരിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കുമളിയിൽ വൈകിട്ടോടെ ലോറിക്ക് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒട്ടേറെ വീടുകളാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇടുക്കിയിലുണ്ടായ മഴയിൽ തകർന്നത്. ഏകദേശം 24 മണിക്കൂറിനിടെ ഉണ്ടായ മഴയിൽ 62 വീടുകളാണ് തകർന്നത്. ഇതിൽ 6 വീടുകൾ പൂർണ്ണമായും 56 വീടുകൾ ഭാഗികമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ജില്ലയിലേക്കുള്ള കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ അണക്കെട്ടുകളുടെ കാര്യമാണ്. 4 അണക്കെട്ടുകളാണ് ജില്ലയിൽ കനത്ത മഴയിൽ തുറന്നു വിട്ടിരിക്കുന്നത്. മലങ്കര, പാമ്പള, കല്ലാർകുട്ടി, പൊന്മുടി അണക്കെട്ടുകളാണ് മഴയുടെ പശ്ചാത്തലത്തിൽ തുറന്നിരിക്കുന്നത്. കാരണം അണക്കെട്ടിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ട്. ഈ നീരൊഴുക്കിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡാമുകൾ തുറന്നുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ അടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്നുകൂടി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമുകളുടെ കാര്യത്തിലേക്ക് എത്തിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് 127.85 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2341.48 അടിയാണ്. മറ്റു ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും PA സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കനത്ത മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശൂർ, പാലക്കാട്, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധിയുള്ളത്. അങ്കണവാടികൾ മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ്. കലാ, കായിക, മത പഠനശാലകൾക്കെല്ലാം ഈ അവധി ബാധകമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇത് മാറ്റമുണ്ടാകില്ലെന്ന് ഈ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ MG യൂണിവേഴ്സിറ്റി ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി ഇന്നലെ രാത്രിയോടുകൂടി അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു.
ശക്തമായ മഴയിൽ ഇടുക്കി അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. അയ്യപ്പൻ കോവിൽ, ഹെവൻ വാലി, പുല്ലുമേട്, ചപ്പാത്ത് ഭാഗങ്ങളിലാണ് വീടുകൾക്ക് നാശമുണ്ടായത്. ഹെവൻ വാലി പാറയ്ക്കൽ പുഷ്പം ഹൃദയരാജന്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് പൂർണ്ണമായും തകർന്നു. പുഷ്പത്തിന്റെ മകൻ സുരേഷും ഭാര്യയും 7ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുല്ലുമേട് പുതുവൽ സെൽവിയുടെ വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു. ചപ്പാത്ത് സിമന്റ് പാലത്തിന് സമീപം മുണ്ടവിളയിൽ തങ്കരാജിന്റെ വീടിന്റെ പിന്നിൽ മണ്ണിടിഞ്ഞു വീണു. അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, ആനവിലാസം അയ്യപ്പൻ കോവിൽ വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി 2 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇടുക്കിയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടുക്ക് ഇത്തരത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നു, പൂർണ്ണമായും തകർന്നു എന്നൊക്കെയുള്ള ദുഃഖകരമായ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത്. നമുക്ക് മറ്റ്